നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഒരു ഭക്ഷണ ക്യൂ, ഫുഡ് ക്യൂ, പിന്നെ ഒരു ഫോട്ടോ. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഐറിഷ് ടൈംസ്, അയർലൻഡിലെ ന്യൂസ് പേപ്പറാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഗാൽവേ എന്ന് പറയുന്ന അയർലൻഡിലെ യൂണിവേഴ്സിറ്റിയിലെ ഫുഡ് ബാങ്ക് കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു കൂട്ടം കുട്ടികൾ ആരംഭിച്ചിരുന്ന ഫുഡ് ബാങ്കാണ്. അതായത് അവിടുത്തെ കോളേജിലെ അശരണരും ദരിദ്രരുമായ കുട്ടികൾക്ക് വേണ്ടി അവർ ആരംഭിച്ചിരിക്കുന്ന ഫുഡ് ബാങ്ക്. അതായത് അവിടുത്തെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വെറുതെ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ശേഖരിച്ച് വൈകുന്നേരമാകുമ്പോൾ അവിടുത്തെ കോളേജിലെ കുട്ടികൾക്ക് സംഭാവന കൊടുക്കുന്ന രീതി ഫുഡ് ബാങ്ക്. അതായത് ഈ ആർട്ടിക്കിളിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അയർലൻഡിലെ കുതിച്ചു വരുന്ന ഇൻഫ്ലേഷൻ ചിലവുകൾ കുട്ടികൾ നെട്ടോട്ടം ഓടുന്നു എന്നാണ് അതിൻ്റെ ഒരു ശരാശരി അതിൻ്റെ ഒരു അടിസ്ഥാനം, ഈ ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനം. പക്ഷേ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നതിൽ 90% ഈ ഫുഡ് ബാങ്കിൽ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യൂ നിൽക്കുന്ന മുഴുവൻ സൗത്ത് ഏഷ്യൻസ്. അതോടെ അയർലൻഡ് വീണ്ടും വംശീയ വിദ്വേഷം പുറപ്പെടുകയാണ്. നമുക്കറിയാം, അയർലൻഡ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ മലയാളി പെൺകുട്ടിയെ ആക്രമിച്ചു. ഇന്ത്യക്കാരെ മൂക്കിടിച്ച് പരത്തുന്ന അയർലൻഡിലെ യുവാക്കൾ വംശീയ വിദ്വേഷത്തിൽ ഒരുപാട് മുൻപന്തിയിലാണ്. ഈ വാർത്ത സത്യമാണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, അവിടുത്തെ ഫുഡ് ബാങ്കിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന കുട്ടികൾ യഥാർത്ഥ ഫോട്ടോ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ മഹാചെറ്റത്തരമായി പോയത്. ഇതാണ് ശരിയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അടുത്ത 5 വർഷം കൊണ്ട് ഞാൻ പറയുകയാണ്, യൂറോപ്പിലെ എല്ലാ ഇന്ത്യക്കാർക്കും, അമേരിക്കയിലും എല്ലാ ഇന്ത്യക്കാർക്കും മൂക്കിന് നല്ല ഇടി കിട്ടും. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ട്, നീ അനുവദീനമാകുമെങ്കിൽ പരമാവധി വസൂലാക്കുക, നിയമവിരുദ്ധമല്ലെങ്കിൽ അവസാനിക്കുന്നത് വരെ ഞങ്ങൾ അതിനെ ഉപയോഗിക്കും. ഈ ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത് അവിടെ ആരംഭിച്ചിരിക്കുന്നത് തദ്ദേശീയരായിട്ടുള്ള യുവാക്കൾക്കും കുട്ടികൾക്കുമാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, പല കുട്ടികളും ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഒരുപാട് പേരുണ്ട്. പലരും അപ്പനും അമ്മയും ഇല്ലാത്തവരും, ഡ്രഗുമായി ബന്ധപ്പെട്ടും ആൽക്കഹോളുമായി ബന്ധപ്പെട്ടും അവരൊക്കെ ശരാശരി ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ നിന്ന് കടന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ. ഇതിലെനിക്ക് പറയാൻ സാധിക്കില്ല ഈ പറയുന്ന കുട്ടികൾ ഒരുപക്ഷെ ദാരിദ്ര്യമുള്ള അവസ്ഥയിലാണോ എന്ന് ഇന്ത്യൻ കുട്ടികൾ. കാരണം ഫോൾസ് പ്രോമിസ്, കൺസൾട്ടൻസ് എന്താണ് പറയുന്നത്, കൺസൾട്ടൻസി നമ്മുടെ നാട്ടിലുണ്ടല്ലേ, എന്താ പറയുന്ന അങ്ങനെ പല പല പേരുകൾ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പേരുകളിലൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ പറയുന്നത് എന്താണ്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വസന്തം പൊട്ടിപ്പുറപ്പെടും, നിങ്ങൾക്ക് മില്ലേനിയേഴ്സ് ആകാം. അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും ഈ പറയുന്ന ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ട് കുട്ടികൾ കടന്നു വന്ന അവസാനം ഒരുപക്ഷെ സ്ഥലം വിറ്റും പണം വാങ്ങിയ കടം വാങ്ങിയും കുട്ടികൾ കടന്നു പോകുന്ന ഒരുപക്ഷെ പറ്റിച്ച അല്ലെങ്കിൽ കബളിക്കപ്പെട്ട കുട്ടികളായിരിക്കാം, ഇന്ത്യൻ കുട്ടികളായിരിക്കാം ഈ ക്യൂവിൽ നിൽക്കുന്നത്. പറയാൻ സാധിക്കില്ല. കാരണം 2 ഭാഗമുണ്ട്. ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ നിയമവിരുദ്ധമല്ലെങ്കിൽ എല്ലാം വസൂലാക്കുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ പണമില്ലാതെ ആയിരിക്കാം. എന്നാലും 100ഓളം കുട്ടികൾ വരിയിൽ നിൽക്കുക എന്ന് പറയുന്നത് സിസ്റ്റത്തെ അബ്യൂസ് ചെയ്യലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് പല കോണുകളിൽ നിന്ന് വരുന്ന പരിപാടി എന്ന് പറയുന്നത് സിസ്റ്റം അബ്യൂസ്. നമ്മൾ കണ്ടതാണ്, ലണ്ടൻ മെട്രോയിൽ പോലും ട്യൂബിൽ പോലും സമോസ വിൽക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസുകൾ ട്യൂബിൽ സമോസ വിൽക്കുകയാണ്. അവൻ പറയുന്നത് നിയമവിരുദ്ധമല്ല, എനിക്ക് എന്തും ചെയ്യാം, ഹൂ കെയർ ഫോർ ഇറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അതാണെങ്കിൽ നീ പറയുന്ന ആറ്റിറ്റ്യൂഡ്, അതായത് ഞങ്ങളും ഇത് തദ്ദേശീയരെ പോലെ ഞങ്ങളും ഇത് വാങ്ങും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഇത് ഭീഷണിയാണ്. ഇത് വൈറലായിരിക്കുകയാണ് അയർലൻഡ് വീണ്ടും ഒരു പക്ഷേ കത്തും. കാരണം എന്ന് പറയുന്നത് നമുക്ക് മുമ്പ് നമ്മൾ ഒരു 6 മാസമായിട്ടുള്ള അയർലൻഡിലെ നമ്മൾ കണ്ടതാണ്, മലയാളത്തിലെ പ്രമുഖ നടന്മാരും പോയി അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ. പലരും അവിടെ ഓപ്പൺ സ്പേസ്, അതായത് ഗ്രൗണ്ട് വാടകയ്ക്കെടുത്ത് സായിപ്പിൻ്റെ വീട്ടിൽ മുള്ളിയും തൂറിയും കുടിച്ചും അതെല്ലാം വൃത്തികേടാക്കിയാണ് സായിപ്പ്. അതായത് നമ്മൾ ചിന്തിക്കണം, ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് കഥയുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഒരു കൂട്ടം ആളുകളുടെ കോപ്രായം. ഈ ഒരു ഫോട്ടോ വൈറലായിരിക്കുകയാണ്. റേസിസം വീണ്ടും കത്തുകയാണ്. 2 പോയിന്റ് ഉണ്ട്. ഒരുപക്ഷെ കുട്ടികൾ
കബളിക്കപ്പെട്ടവരായിരിക്കാം. ഒരുപക്ഷെ അവിടെ ഉള്ളതെല്ലാം മുടക്കി അയർലൻഡിൽ വന്ന് അതവർക്ക് ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലായിരിക്കാം. അതോ പണമുണ്ടായിട്ടും, ഒരുപക്ഷെ ഈ ആംഗിളും ഉണ്ട്, പണമുണ്ടായിട്ടും ഹൂ കെയർ ഫോർ, എൻ്റെ ബാങ്കിൽ പണമുണ്ട്, അല്ലെങ്കിൽ 10,000-25,000 പൗണ്ടൊക്കെ ബാങ്കിൽ കാണിച്ചാണ് പല കുട്ടികളും വിസ ഒൽപ്പിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ വന്ന ശേഷം സ്വന്തം കയ്യിലെ പണം മുടക്കാതെ ഇത്തരത്തിലുള്ള കുറുക്കു വഴികൾ കൂടെ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം സമ്പാദിക്കാനുള്ള രീതിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ തീർത്തും മോശമാണ്. കാരണം ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫുഡ് ബാങ്ക് എന്നൊക്കെ പറയുന്ന തദ്ദേശീയർക്ക് സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ പുറകിലേക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് പറയുന്നത് അവിടെ ആളുകൾ ആവശ്യക്കാരുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലുള്ള വിദേശ രാജ്യങ്ങളിൽ പാവപ്പെട്ടവരുണ്ട്. അവരവിടെ സാഹചര്യം ഒരുപക്ഷെ അനുകൂലമായി കാണില്ലായിരിക്കാം. ഞാൻ അമേരിക്കയിൽ ഇവിടെയൊക്കെ ഈ ചില ഫുഡ് ബാങ്കുകളിലൊക്കെ ഈ ക്യാൻ ഫുഡൊക്കെ കൊടുക്കാൻ പലപ്പോഴും പോകാറുണ്ട്. പള്ളികളും എൻ ജി ഒസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വരും. നമ്മൾ ചിന്തിക്കുമായിരിക്കും അമേരിക്കയാണ്, അവിടെ ആരും വരില്ല ഈ പറയുന്ന ഭക്ഷണം വാങ്ങാൻ. അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ വരും. ക്യാൻഡായിട്ടുള്ള പല ബീൻസുകളും ഇപ്പോൾ എന്ത് കൊടുത്താലും വാങ്ങാൻ ആളുകൾ വരും. അവരൊരു പക്ഷെ മാനസിക അസ്വസ്ഥമുള്ളവരായിരിക്കാം, മദ്യപാനശീലമുള്ളവരായിരിക്കാം, മയക്കുമരുന്നായിരിക്കും. പക്ഷെ ആവശ്യക്കാരുണ്ട്. അവരുടെ അവസരങ്ങളാണോ നമ്മൾ തട്ടിയെടുക്കുന്നത്? ഇത്തരത്തിലുള്ള അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഫോട്ടോകൾ വൈറലായി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം മുൻപോട്ടുള്ള പോക്ക് അസാധ്യമായിരിക്കും. ഞാൻ പറയുന്ന പോലെ നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ ചൂഷണം ചെയ്യുന്നവരായി ടാഗ് ചെയ്യപ്പെട്ടാൽ ഓരോ ഇന്ത്യക്കാരുടെയും മുന്നോട്ടുള്ള പോക്ക് അയർലൻഡ് മാത്രമല്ല വിദേശ രാജ്യം എല്ലായിടത്തും ഇത് അസ്വസ്ഥമാകും. തീർച്ചയായും കരുതിയിരിക്കുക. ഇത് കുട്ടികൾ, അതായത് ഇത് കാനഡയിൽ പോലും ഇതെല്ലായിടത്തും ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ട്വിറ്ററിൽ വന്നു, പിന്നെ റൈറ്റ് വിങ് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കാനഡയിലെ കൊണ്ടും റൈറ്റ് വിങ് ആയിട്ട് അവരൊക്കെ ഇതൊക്കെ ഏറ്റുപിടിക്കുകയാണ്. ഇവർക്ക് ഇത്തരത്തിലുള്ളവർക്ക് ഇത് നമ്മൾ ഒരാളേക്ക് എത്തിക്കാൻ അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യം പരിഗണനയിലാകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ കുതിക്കുകയാണ്. എന്നാൽ പോലും തിരിച്ചു ചെന്നാൽ നമ്മളേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യമായി ആണോ എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഒരുപാട് മുന്നേറാനുണ്ട്, ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പറയുക, പിന്മാറുക. നമ്മളൊരു കള്ളന്മാരാണ് അല്ലെങ്കിൽ നമ്മൾ ചൂഷകരാണ് എന്നുള്ള നമ്മുടെ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക.